Good morning. This is Major Dr. Priki. I'm a physiatrist. I've done MD Physical Medicine and Rehabilitation from Vardhaman Mahavir Medical College and Sundaja Hospital, Delhi. വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് പറയാൻ പോകുന്നത് പോട്ട് സ്പൈൻ എന്ന് പറഞ്ഞ ഡിസീസിനെ പറ്റിയാണ്. പോട്ട് സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബർക്ലോസിസ് സ്പൈൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ടി ബി വേറെ ഒരു സ്ഥലത്തുനിന്ന് സ്പൈനിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് പറയുന്നതാണ് ട്യൂബർക്ലോസിസ് സ്പൈൻ. അതൊരു നോർമൽ ട്യൂബർക്ലോസിസിൻ്റെ കോംപ്ലിക്കേഷനാണ്. സോ ആ ഒരു ഫേസ് എത്തുന്നതിന് മുന്നേ നമുക്ക് ആ ഫേസിനെ നമുക്ക് ആദ്യമേ റെക്ടിഫൈ ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് ആ ഒരു കോംപ്ലിക്കേഷനിലേക്ക് എത്താതിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് വേണമെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതാക്കാം. സോ ദർ ആർ ലൈക്ക് മെനി സിംറ്റംസ് സയൻസ് ഉണ്ട്. അത് എത്തുന്നതിന് മുന്നേ നമ്മൾ സിംറ്റംസ് ആൻഡ് സയൻസ് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാവുക, ആൻഡ് ദെൻ കോംപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞാൽ എപ്പോഴാണ് സർജറി വേണ്ടത്, ആൻഡ് ആഫ്റ്റർ സർജറി എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്, അതൊക്കെ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സിംറ്റംസ് ആൻഡ് സയൻസ്, എങ്ങനെ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. സോ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഇത് ഉണ്ടാവുക എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു HIV പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ലോ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ കുറച്ച് ടാബ്ലറ്റ് കൊടുത്തിട്ട് പേഷ്യൻറ്റിന് ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഒരു ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതല്ലെങ്കിൽ ഓവർ ക്രൗഡിങ്, ബിക്കോസ് ഓഫ് ഓവർ ക്രൗഡിങ്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് പോവർട്ടി, മൽന്യൂട്രീഷൻ, അതായത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ. അതായത് ഒന്നുകിൽ ഇമ്മ്യൂണിറ്റി പേഷ്യൻ്റെ കുറയുക, അതല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ബിക്കോസ് ഓഫ് എനി അതർ ഫാക്ടേഴ്സ്, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഓർ അതർ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഓർ എനി അതർ ഡിസീസ് ഓർ സെക്ഷലി ഓർ ഡ്രഗ് അബ്യൂസ്, ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് ആയിട്ട് ഇമ്മ്യൂണിറ്റി കുറയുന്ന ഒരു അവസ്ഥയിലാണ് ട്യൂബർക്ലോസിസ് ട്യൂബർക്ലോസിസ് സ്പൈൻ അല്ല, TB തന്നെ ഉണ്ടാകുക. അപ്പോൾ TB ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷനാണ്, ഓർ ആ TB സ്പൈനിൽ എത്തുമ്പോഴാണ് നമുക്കത് തന്നെ ട്യൂബർക്ലോസിസ് സ്പൈൻ ഓർ പോട്ട് സ്പൈൻ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ഇത് ഉണ്ടാകുന്നത് ഡോർസൽ ഏരിയ, അതായത് സ്പൈനിൻ്റെ മിഡ് പോർഷനിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് കാണുന്നത്. ദെൻ കംസ് ഇതിൻ്റെ സിംറ്റംസ്. ഓഫ് കോഴ്സ് ഏതൊരു TBയുടെ സിംറ്റംസ് പോലെ തന്നെ ഇതിലും അതായത് തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, നിങ്ങളുടെ ഏജ് ഒരു 18 വയസ്സ് to 50 വയസ്സിൻ്റെ ഉള്ളിലാണ്, പക്ഷേ ബാക്ക് പെയിൻ, മാറാത്ത ബാക്ക് പെയിൻ എന്ത് ടാബ്ലറ്റ് കഴിച്ചിട്ടും മാറുന്നില്ല, അതായത് ഒരു 10 ദിവസം 20 ദിവസമായി ബാക്ക് പെയിൻ മാറുന്നില്ല, രാത്രി ആ ബാക്ക് പെയിൻ കൂടുകയാണ്, പിന്നെ രാത്രി ഫീവർ ഉണ്ടാവുകയാണ്, ഭയങ്കരമായിട്ട് കൂടിയൊരു ഫീവറിൻ്റെ അവസ്ഥ, ഫീവർ ഇല്ലെങ്കിലും ഈ സിംറ്റംസ് ഒക്കെ, അതായത് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, തീരെ ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ, പിന്നെ ഫീവർ, ദെൻ കംസ് ലിത്താർജി, ഒന്നും ഒരു എന്തിനും ഒരു മൂഡ്, തീരെ ഒരു ലോ മൂഡായിട്ടുള്ളൊരു കണ്ടീഷൻ, ഇങ്ങനത്തെ ഒരു, പിന്നെ കോംപ്ലിക്കേഷൻസ്, അതായത് ബാക്ക് പെയിൻ, നമ്മൾ അതിൻ്റെ റെഡ് ഫ്ലാഗ് സൈൻ എന്ന് പറയാം. അതായത് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അങ്ങനെ ഒരു പെയിനിൻ്റെ കോസ് മനസ്സിലാവുന്നില്ല, എന്നാൽ എന്ത് ടാബ്ലറ്റ് കൊടുത്തിട്ട് മാറുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ ബാക്ക് പെയിൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻസ്, എല്ലാ റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് പോലെ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതിൽ വരുന്നത് എന്ന് പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേയിൽ ഇത് ചിലപ്പോൾ മനസ്സിലാവാറില്ല. ഇതിൻ്റെ ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് വരുന്ന ഇൻവെസ്റ്റിഗേഷനാണ് MRI. MRI ജസ്റ്റ് നോട്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ഇഫ് പോസിബിൾ സ്ക്രീനിങ് ഓഫ് ദ വോൾ സ്പൈൻ, ബിക്കോസ് ഇതിൽ സ്കിപ്പ് ലെഷൻസ്, അതായത് ഒരു ചില ഏരിയയിൽ മാത്രം ഇതിൻ്റെ പാത്തോജനസിസ് മിസ്സാവാവുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. സോ MRI ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ വിത്ത് സ്ക്രീനിങ് ഓഫ് വോൾ സ്പൈൻ ഈസ് ദ ബെസ്റ്റ് തിങ് ടു റൂൾ ഔട്ട് പോട്ട് സ്പൈൻ. ഓഫ് കോഴ്സ് അതർ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുണ്ട്, സീറോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺ ആൻഡ് യൂഷ്വലി ഓൾവേസ് ഓൾ മാക്സിമം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്.
ഓഫ് കോഴ്സ് ടി ബി ഇപ്പോൾ നിങ്ങൾ കണ്ടീഷൻ ആയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാപ്ലീജിയ പറഞ്ഞാൽ രണ്ട് കാലിലേക്കുള്ള പവർ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതെ നമുക്ക് നിൽക്കാനോ കാൽ അനക്കാൻ പറ്റാത്തൊരവസ്ഥ. ദെൻ കം സ്പൈൻ ഡിഫോമിറ്റി, സ്പൈൻ അവിടെ ഒരു സ്വെല്ലിംഗ് ആയി, സ്പൈനൽ കോളം വെർട്ടിബിൾ കോളംസ് ഇൻവോൾവ് ആയി, സോ ബിക്കോസ് ഓഫ് സ്വെല്ലിംഗ് ദാറ്റ് സ്പൈൻ ഡിഫോമിറ്റി സ്റ്റാർട്ടായി. ദെൻ അവിടുന്ന് ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ വേറെ എവിടേക്കെങ്കിലും പോയി. സോ ഇതൊക്കെയാണ് പോട്ട് സ്പൈൻ്റെ കോംപ്ലിക്കേഷൻസ്. ദെൻ അഡ്വാൻസ് ലെവലിൽ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും സ്റ്റാർട്ടാവും. അതായത് നമ്മളെ ബവൽ ബ്ലാഡർ കൺട്രോൾ സെൻസേഷൻ അത് പോവുക, മൂത്രം ഒഴിക്കുന്നത് ലാറ്റിനിൽ പോകുന്നത് അത് മനസ്സിലാവാത്തൊരു കണ്ടീഷൻ. പിന്നെ സെൻസറി, കാലിൽ താഴേക്കുള്ള സെൻസറി കൺട്രോൾ പോവുക, നമുക്ക് തൊടുന്നത് ടച്ച്, പെയിൻ ആൻഡ് ടച്ച്, പിൻ പ്രിക്ക് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ആബ്സെൻ്റ് ആകുക. ഇതൊക്കെയാണ് മോസ്റ്റ് അഡ്വാൻസ് ലെവൽ കോംപ്ലിക്കേഷൻസ്. ഇതൊക്കെ ആകുന്നതിന് മുന്നേ നമുക്ക് ഇതിനെ തടയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യമേ പേഷ്യൻസ് ഇതേപോലത്തെ ഒരു സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ സ്റ്റേജിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാകാറില്ല. ഓഫ് കോഴ്സ് ട്രീറ്റ്മെൻറ്റ് ഏതൊരു ടി വിയെ പോലെ ഇതിലും ATT മെഡിക്കേഷൻസ് കൊടുക്കുന്നു. അത് ഡിപ്പെൻസ് 12 മാസം 18 മാസം, അത് ഡിപ്പെൻസ് ഓൺ ദ സ്റ്റേജ്, ഡിപ്പെൻസ് ഓൺ ദ ഫിസിഷ്യൻ. ആൻഡ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൂൾ ഔട്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സ്ക്രീനിങ് ചെയ്ത് നോക്കണം, ന്യൂറോളജിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് റിക്കവറി എത്രയുണ്ട് എന്നെല്ലാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബ്രേസസ് കൊടുക്കും, ഇമ്മൊബിലൈസ് ദ സ്പൈൻ. അത് ഏത് ഏരിയയിൽ എവിടെയാണ് ഇൻവോൾവ് അതിനനുസരിച്ച് ആ ബ്രേസസ് മാറുകയും ചെയ്യും. ദെൻ ഇനിയൊരു സ്റ്റേജ് വരുന്നത് നമ്മൾ സർജറി. എപ്പോഴാണ് സർജറി വേണ്ടത്? അതായത് ഈ ഞാൻ പറഞ്ഞ കോംപ്ലിക്കേഷൻസിൽ ഏതെങ്കിലും കൂടുതലായി വന്നു, സ്പൈൻ കോളം അത്രയും ഇൻവോൾവ് ആയി, സ്പൈനൈഡ് റിസ്ക് സൈൻസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻവോൾവ് ആയി, അങ്ങനെയാവുന്ന ഒരു കണ്ടീഷനിൽ സർജറിയുടെ ഇൻഡിക്കേഷൻസ് ഉണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഒരു ബെഡ് റെസ്റ്റ് ഉണ്ട്, ഒരു 2 to 3 months. ദെൻ ബ്രേസസ് ആ ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ആകുവാണ്. ഡിപ്പെൻസ്. പിന്നെ ഇൻ ദാറ്റ് ടൈം ഓൾസോ പേഷ്യൻറ്റിൻ്റെ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ പോട്ട് സ്പൈൻ കോംപ്ലിക്കേഷൻസിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം. ആദ്യമേ ആ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഏജ് ഗ്രൂപ്പ്, ഒരു യങ് അഡൽട്ട് ഓർ ഒരു ചൈൽഡ് or 18 to 50, he or she has pain, low back pain for 15 days, 20 days, and that pain is not getting relief from any medications, or it is associated with the loss of appetite, fever, lethargy, night sweats. Then you should go for investigations, blood investigations, and later if not getting any results from blood investigations, then you can go for X-ray. And usually X-ray ഒന്നും കിട്ടാറില്ല. X-rayയിൽ because soft tissue injury ആണ്, ഈ soft tissue swellings എല്ലാം MRIയിലാണ് നമുക്ക് കിട്ടുക. MRI of that particular area with screening of false spine, that is the best thing, so that we can prevent false spine.